ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5 ചാനൽ ആംപ്ലിഫയർ ആണ്. അതിൽ ഒരു പ്രീ ഔട്ട് ഉണ്ടാവും. നമുക്ക് ഈ അടിയിലിരിക്കുന്ന ഈ സബ് വൂഫറിൻ്റെ ആമ്പ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 5 ചാനൽ മേലെ ഇരിക്കുന്ന ആ ഒരു ആംപ്ലിഫയറിൽ പ്രീ ഔട്ട് ഉണ്ടാവും. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 6 ചാനലിനും വിഒ മീറ്റർ ഉണ്ട്. അതായത് ഓരോ ചാനലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വിഒ മീറ്ററിൽ നമുക്ക് അറിയാൻ പറ്റും. സബ് വൂഫർ ആംപ്ലിഫയറിൻ്റെ വോളിയം കൂട്ടാനും കുറക്കാനും നമുക്ക് ഈ 5 ചാനൽ ആംപ്ലിഫയറിന് തന്നെ പറ്റും നമുക്ക്. പിന്നെ താഴത്തെ ആ ഒരു കൺട്രോളിൽ നിന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മേലെ തന്നെ നമുക്ക് ഈ ആംപ്ലിഫയറിന് തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 5 ചാനൽ ആംപ്ലിഫയറിന് തന്നെ നമുക്ക് സബ് വൂഫറിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂട്ടാനും കുറക്കാനും നമുക്ക് കറക്റ്റായിട്ട് പറ്റും. അങ്ങനെയാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്ത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൽ ഞാൻ സോങ് ഇട്ടിട്ട് അത് കേൾപ്പിക്കാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 6 സെക്കൻഡ് കൂടുതൽ എന്തായാലും ഇതിൽ പാട്ട് നമുക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല, എത്രത്തോളം ആംപ്ലിഫയറിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല. 6 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കോപ്പിറൈറ്റ് വരും. നമ്മളെ ചാനലിൽ അതിൽ കോപ്പിറൈറ്റ് എന്തായാലും വരും, അത് ഏത് സോങ് ഇട്ടാലും. ഈ 5 ചാനൽ ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് TDA 7294 IC ഉപയോഗിച്ചിട്ടുള്ള 5 ചാനൽ ബോർഡാണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ താഴെ മോസ്പെറ്റിൻ്റെയാണ്, സബ് വൂഫർ ആംപ്ലിഫയർ മോസ്പെറ്റിൻ്റെ, അത് ഞാൻ മുമ്പ് വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ചാനലിന് ഏകദേശം 70 വാട്ട്സ് കിട്ടും നമുക്ക് ഉപയോഗിക്കാൻ. 70 വാട്ട്സ് RMS കിട്ടും നമുക്ക്.